നമസ്കാരം. ഭാരതം ഗ്യാസ് ഇറക്കുമതി മേഖല വൈവിധ്യവത്കരിക്കുകയാണ്. അതായത് നേരത്തെ ഗൾഫിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായിട്ടും ഗ്യാസ് ഇറക്കുമതി ചെയ്തിരുന്നത്. LPG ഇറക്കുമതി ചെയ്തിരുന്നത് പ്രധാനമായും ഖത്തറിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഇത് മറ്റു മേഖലയിലേക്ക് വൈവിധ്യവത്കരിക്കുകയാണ്. മറ്റു മേഖലയിൽ നിന്നുകൂടി ഇറക്കുമതി ആവശ്യമാണ്. കാരണം ഈ മധ്യേഷ്യൻ മേഖലയുടെ സമാധാനരഹിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അവിടെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഭാരതത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഭാരതം മറ്റു മേഖലയിലേക്ക് ഗ്യാസ് വാങ്ങുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും, റഷ്യയിൽ നിന്നും, വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും, അങ്കോളയിൽ നിന്നും, നൈജീരിയയിൽ നിന്നും, നോർവേ, പെറു, കാനഡ തുടങ്ങിയ മേഖലയിലേക്കാണ് ഭാരതം ഗ്യാസ് വാങ്ങുവാൻ വേണ്ടിയിട്ട് ഇത്തരം രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത്. ചർച്ച ഏകദേശം വളരെ ഫലപ്രദമായ രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ മേഖലയിൽ നിന്നുകൂടി ഗ്യാസ് വാങ്ങുവാൻ, LPG വാങ്ങുവാനാണ് ഇപ്പോൾ ഭാരതം തയ്യാറെടുത്തിരിക്കുന്നത്. ഖത്തറിൽ നിന്നാണ് പകുതിയിലധികം ഗ്യാസ് ഇപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മേഖലയുടെ സംഘർഷ സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ഗ്യാസ് ഇമ്പോർട്ടേഴ്സായിട്ടുള്ള പെട്രോനെറ്റ്, LNGയും ഇന്ത്യൻ ഓയിലും ഒക്കെ ഈ മേഖലയിലേക്ക് വാണിജ്യം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അമേരിക്കയുടെയും റഷ്യയും വെസ്റ്റ് ആഫ്രിക്ക, നോർവേ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഗ്യാസ് വാങ്ങുമ്പോൾ താരതമ്യേന കൂടുതൽ ദൂരം ഭാരതത്തിന് സഞ്ചരിക്കേണ്ടി വരും. ഗ്യാസിൻ്റെ വിലയിൽ, LPGയുടെ വിലയിൽ 24 മുതൽ $25 വർധനവുണ്ടാവും. എന്നാൽ ഈ ഒരു ആവശ്യം, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തും ഇനി എത്ര നാൾ സമാധാനം ഉണ്ടായാൽ തന്നെ എത്ര നാളിത് നിലനിർത്തുവാൻ സാധിക്കുമെന്നറിയില്ല. കാരണം ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ്. ഇറാൻ്റെ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകേണ്ട സാധ്യത, ഇനിയൊരു സമാധാനത്തിലേക്ക് എത്തിയാൽ തന്നെ ഈ മേഖലയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യതയ്ക്ക് ഉള്ള ഒരു കളം ഒരുങ്ങിയിട്ടുണ്ട്. അതായത് ISIS പോലുള്ള ഭീകരവാദ സംഘടനകൾ പോലും ഇറാനിലേക്ക് നുഴഞ്ഞു കയറുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി വീണ്ടും ഇത്തരമൊരു മേഖലയിൽ എത്ര നാൾ വീണ്ടും സമാധാനം നിലനിർത്തുവാൻ സാധിക്കും എന്ന് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഗൾഫ് മേഖലയെ മാത്രം, മധ്യേഷ്യ, പശ്ചിമേഷ്യൻ മേഖലയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ പെട്രോളിൻ്റെയോ ഒക്കെ വിപണി സജീവമാക്കുവാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ആവശ്യം ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ചെറിയ ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും ഇത്തരമൊരു ഷോർട്ടേജൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും അധികം ആൾക്കാർ പിന്തുണയ്ക്കുന്നത് ഇറാനാണ്. ഇറാന് ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട്. കാരണം ഇറാൻ കാരണമാണ് ഈ യുദ്ധം തുടങ്ങിയത്. ഇറാൻ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ട് 2047 ഇസ്രായേലിനെ പൂർണ്ണമായും ഈ ഭൂമുഖത്തും തന്നെ അപ്രത്യക്ഷമാക്കും എന്ന ആയത്തുള്ള അലി ഖമേനി പറഞ്ഞതിനെ തുടർന്നാണ്, അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നാണ് അവർ നടത്തുന്ന ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലും ലോകവും തയ്യാറായിരിക്കുന്നത്. ലോകത്തിൽ ആരും തന്നെ അവരുടെ ജീവൻ വെച്ച് കളിക്കുവാൻ തയ്യാറാകില്ല. ഇസ്രായേലും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള യുദ്ധം നടന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കന്മാർ പ്രധാനമായും പിന്തുണയ്ക്കുന്ന ഇറാനാണ്. അവർ തന്നെ സമരവും ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഈ ഇരട്ടത്താപ്പ് എന്നറിയില്ല. പക്ഷേ ഭാരതത്തിൻ്റെതായ ഊർജ്ജ സുരക്ഷ നോക്കേണ്ടതിൻ്റെ ബാധ്യതയുണ്ട്. ഭാരതത്തിൻ്റെതായ ഊർജ്ജ സുരക്ഷയെ സംരക്ഷിച്ച് നിർത്തേണ്ടതിൻ്റെ കൃത്യമായിട്ടുള്ള ശക്തിയുണ്ട്. അതിനനുസരിച്ചുള്ള സംഘടനാ സംവിധാനം തന്നെ ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് ഗ്യാസിൻ്റെ വിപണി വിപുലീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശക്തമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദീർഘകാലത്തിൻ്റെ ഒരു ചുറ്റുപാടിൽ എഥനോൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ഗ്യാസിന് പകരം, LPGക്ക് പകരം എഥനോളിൽ നിന്ന് ഊർജ്ജം സമാഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് അത് നടപ്പിലാക്കുവാൻ സാധിക്കില്ല. അതിന് ദീർഘനാളത്തെ ഒരു പ്രവർത്തനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളും സമാന്തരമായിട്ട് തന്നെ നടക്കുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വലിയ ദൂരം ട്രാവൽ ചെയ്തുകൊണ്ടും നമ്മുടെ ഗ്യാസ് ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ അശ്രാന്തമായ പരിശ്രമത്തിലാണ്. അതോടൊപ്പം തന്നെ ബയോഫ്യൂൽ പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ സജ്ജീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും ഭാരതത്തിൻ്റെ ഈ ഗ്യാസ് ഷോർട്ടേജ് ഉടൻ തന്നെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഭാരതത്തിനോടൊപ്പം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒത്തുകൂടി ഭാരതത്തിനോടൊപ്പം ഒത്തൊരുമിച്ച് നിൽക്കുവാൻ ഇപ്പോൾ തയ്യാറാണ്. കാരണം ഭാരതമാണ് ഇനി അവരുടെ രക്ഷ എന്ന്, അതായത് എല്ലാ രാജ്യങ്ങളിലേക്കും, അതായത് ഇത്തരം യുദ്ധത്തിൻ്റെ രണ്ട് ചേരിയിൽ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും
ഭാരതത്തിന് വളരെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര പാരമ്പര്യത്തിൽ, ഒരു നയതന്ത്ര ശക്തിയിൽ അത്തരം രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തോടൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കുവാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇനി ഈ മേഖലയിൽ കൂടി മുന്നോട്ട് പോകും. എന്തായാലും ഇറാൻ്റെ ഇനിയുള്ള ഭാവിയെക്കുറിച്ച് ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇറാൻ്റെ ഭാവിയെക്കുറിച്ചും മധ്യേഷ്യയുടെ ഭാവിയും ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ മധ്യേഷ്യ സംഘർഷഭരിതമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിൽ ഇനി എത്ര നാൾ ഈ രീതിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്ന് അറിയില്ല. കാരണം ഈ മേഖലയിലെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവൻ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയും ആണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. അതായത് പ്രധാനപ്പെട്ട എണ്ണ സംഭരണികളിലേക്കൊക്കെയും ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ പ്രതിസന്ധി ഇനി ലോകത്തെ ബാധിക്കും എന്നുറപ്പാണ്. ഇനി അതോടൊപ്പം തന്നെ വലിയ സമ്പന്നമായ ഈ മധ്യേഷ്യൻ മേഖല താറുമാറാകാൻ പോകുന്ന ഒരു സാഹചര്യത്തെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും നിരന്തരം വളരെ സ്ഥിരമായ ഒരു സമാധാനം മേഖലയിൽ ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല ലോകത്തിന് തന്നെ വിസ്മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.